ഹായ്, അപ്പൊ 8ാം ക്ലാസ്സിലെ മാത്സ് എക്സാം ആണ് ഷാമിൽ സാറേ. നാളെ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്, A+ കിട്ടേണ്ടതുണ്ട്. സോ ഉറപ്പായിട്ടും 40 മാർക്ക് വേണമെന്നില്ല, 36 മാർക്ക് മാത്രം. യെസ്, അതെങ്ങനെ മനസ്സിലായി? 36. ഓക്കെ, അത് പോട്ടെ. യെസ്, അപ്പൊ 36 മാർക്കാണ് നമ്മളുടെ ലക്ഷ്യം. പക്ഷെ 40 മാർക്കിന് വേണ്ടി തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് അറിയാൻ പറ്റുമോ ഇവർക്ക് നമ്മളെ ചിലപ്പോ ഷോർട്സ് ഒക്കെ കണ്ട് അറിയണ്ടായിരിക്കും. ഇത് ഷാമിൽ സാർ, ഇത് അഷൽ സാർ. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, നമ്മളൊന്ന് തൂപ്പാനാക്കും. ആൻഡ് ലാഗ് അടിപ്പിക്കുന്നില്ല. പ്രഡിക്ഷനിൽ നമ്മൾ മൊത്തം ഇങ്ങനെ വിശദീകരിച്ച് അങ്ങനെയല്ല, ഇന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ജസ്റ്റ് പറയാണ്. രാത്രി ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഷാമിൽ സാറേ, ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്ന് ഇങ്ങനെ 2 ട്രയാങ്കിൾസ് തന്നിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ 2 ആംഗിൾസ് തരും. ആൻഡ് എവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഏതൊക്കെ ഒരു സൈഡ്, ഇതിന്റെ ഈ സൈഡും ഇതിന്റെ ഈ സൈഡും ഈക്വൽ ആണ്, അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. വേറെ ആംഗിളുകൾ ചോദിക്കും, സൈഡുകൾ ഈക്വൽ ആയുള്ള സൈഡുകൾ ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ റിലേറ്റ് ചെയ്തിരുന്ന പിക്ചറുകൾ. ഇങ്ങനെ 2 പിക്ചർ തന്നിട്ട് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്താ സമപാർശ്വ ത്രികോണവുമായി കണക്ട് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്തായാലും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് വരിക? യെസ്, വരയ്ക്കാനുള്ള എന്ന് പറയുമ്പോൾ 55 ഡിഗ്രിന്റെ ഒരു ആംഗിൾ വരയ്ക്കാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. പക്ഷേ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ഇന്നത്തെ ലൈവ് കണ്ടേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് നാളെ ഓൾക്ക് കാണാൻ പറ്റും. അത് ഇന്ന് ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിയണം. വേറൊന്നും പഠിക്കേണ്ട എന്നല്ല, ഇത് പഠിച്ചു കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ആൻഡ് ഇക്വേഷൻസ്, സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനായിരിക്കും ഇന്ന് രാത്രി ലൈവിൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത്രയും ബന്ധമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എടുക്കും. നമ്മളോട് ഉറപ്പായിട്ടും പറയടാ, ഒരു നമ്പറിനോട് 2 ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം. എന്താ അവിടെ പറഞ്ഞത്? 3 ടൈംസിനോട് 2 ആഡ് ചെയ്തപ്പോൾ അപ്പൊ നമ്മൾ നമ്പർ x എന്ന് എടുക്കും. അതിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3x ആണ്. ഇതിനോട് 2 ആഡ് ചെയ്യുന്നു, അപ്പൊ 32 കിട്ടി എന്നാണ് പറഞ്ഞത്. ആൻഡ് ബാക്കി ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇപ്പം തന്നെ 10 സെക്കൻഡ് കൊണ്ട് ഇത് നമ്മൾ എഴുതിയില്ലേ, 6 സെക്കൻഡ് കൊണ്ട്. 4.5 സെക്കൻഡ് ആയിവാ, ഞാൻ എല്ലാം കൃത്യമായിട്ട് നോട്ട് ഓക്കെ. യെസ്, ആൻഡ് ഏജിന്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചതാണ്. യെസ്, അതായത് അച്ഛന്റെയും മകന്റെ ഏജുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ പറയും. ആൻഡ് നമ്മളോട് ലാസ്റ്റ് ചോദിക്കും അച്ഛന്റെ ഏജ് എത്ര, മകന്റെ ഏജ് എത്ര. ഇത് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് അച്ഛനെക്കാട്ടിലും വയസ്സ് മകന് കിട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടാതിരിക്കണമെങ്കിൽ ഇന്നത്തെ ലൈവിൽ വന്നിട്ട് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അടുത്തത് യെസ്, ഒരു കലണ്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഒരു കലണ്ടറിലെ സ്ക്വയർ ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ 2, ഇത് 3, അത് കഴിഞ്ഞ് എങ്ങനെ സാർ 9 വരിക? എടാ നോക്കി, ഇതിപ്പോ തിങ്കളാഴ്ച ആണെന്ന് വിചാരിക്കേ. 2-ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അല്ലേ ഇത്? അടുത്ത തിങ്കളാഴ്ച എപ്പോഴാ വരിക? 7 ദിവസം കഴിഞ്ഞ് 9-ാം തീയതിയാ വരിക. അല്ല, ഇത് ബുധനാഴ്ച. ഓ അയ്യോ, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച. ഓക്കെ, അപ്പൊ 3-ാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച എപ്പോഴാ വരിക? 10-ാം തീയതി. ഓക്കെ, അത് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കലണ്ടറിൽ ഇങ്ങനെ ഒരു സ്ക്വയർ സമചതുരം വരച്ചു കഴിഞ്ഞാൽ അതിലുള്ള നമ്പേഴ്സ് ആണ് ഇത്. ഈ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം ഞാൻ പറയട്ടെ. ഓക്കെ, ഇതിപ്പോ x എന്ന് എടുക്കുകയാണെങ്കിൽ ഈ നമ്പർ ഞാൻ x എന്ന് എടുക്കുകയാണെങ്കിൽ ഈ നമ്പർ എത്ര ആയിരിക്കും? x+1. കാരണം 2-ാം തീയതി കഴിഞ്ഞാൽ 3-ാം തീയതിയാണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പർ എത്ര ആയിരിക്കും? 7 ദിവസം കഴിഞ്ഞിട്ട് x+7. അങ്ങനെയെങ്കിൽ ഇത് എത്ര ആയിരിക്കും? അതായത് ഈ ദിവസത്തിനെക്കാട്ടിൽ 1 കൂടുതലാണ്. അപ്പൊ ഇത് x+8 ആയിരിക്കും. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാര്യം ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടോ ശരിക്കും? യെസ്, ഈ അല്ല, ആദ്യം സമ്മാണ് ചോദിച്ചത്. ഇതാ 2, 3, 9, 10 കൂട്ടാനപ്പൊ പറഞ്ഞ വിലയോട് ഇത്ര സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കൂ. യെസ്, അനദർ 4 നമ്പർ ഇതുപോലെ ആഡ് ചെയ്തു നമ്മൾ പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. സോ അടുത്തതായി പോളിഗൺസ് ആരാ എടുക്കുന്നത്? ഒരു പൂച്ചക്കുട്ടിയാണെന്നാണ് ഞാൻ കേട്ടേ. ഷാമിൽ സാർ? യെസ്, പോളിഗൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പോളിഗൺ എന്നറിയോ? അതായത് ക്ലോസ്ഡ് ഫിഗേഴ്സ് നമ്മൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പോളിഗൺ എന്ന് വിളിക്കും. ആൻഡ് ഇവിടെ നമ്മളോട് ചോദിക്കാണ്, സൈഡുകളും ആംഗിൾസും ഉണ്ടാവും അല്ലെ? കുറെ സൈഡുകളും ഉണ്ടാവും, ആംഗിൾസും ഉണ്ടാവും അല്ലെ? സർക്കിൾ പോളിഗൺ അല്ല, സർക്കിളിന് സൈഡുകളില്ലല്ലോ. ഓക്കെ, സോ കൺസിഡർ എ പോളിഗൺ ഹാവിംഗ് 42 സൈഡ്. 42 സൈഡുള്ള ഒരു പോളിഗൺ കൺസിഡർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിന്റെ ഒരൊറ്റ ഇക്വേഷൻ ഏതിക്കോ അങ്ങോട്ട് നിന്ന് ചെയ്തു കാണണ്ടേ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അശൽ സാറേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിലെ ആംഗിൾസ്, അതായത് സം ഓഫ് ആംഗിൾസ്, എത്ര സൈഡുള്ള പോളിഗൺ, ബഹുഭുജാണോ ബഹുപാദാണോ എന്നോട് മാറും, ബഹുഭുജങ്ങൾക്കും ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിളും കൂടി കൂട്ടിയ എത്രയാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ എത്ര സൈഡാണുള്ളത്? 5 സൈഡാണുള്ളത്. അപ്പോ എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുത്തു നോക്ക്. 5 - 2 എത്ര? 3. 3 × 150. സോ ഈ കോണെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടുക? 540 ഡിഗ്രി ആണ് ഇത് ടോട്ടൽ ഉണ്ടാവുക. ചെയ്തിട്ട് ആൻസറിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഷാമിൽ സാർ എന്ന് സെറ്റ് ആക്കി തരും. ആൻഡ് അതുപോലെ തന്നെ എല്ലാ ആംഗിളും ഈക്വൽ ആണ് ഒരു പോളിഗൺ എന്നാണ്, ഒരു പോളിഗണിൽ. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ, അല്ലെങ്കിൽ എന്താണ്? സമബഹുഭുജാണോ? ഓക്കെ, അങ്ങനെ വിളിക്കും. ആൻഡ് സമബഹുഭുജവും മറ്റേതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഈ പിന്നെ റെഗുലർ പോളികളാണെങ്കിൽ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. സത്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ഒരു 5-6 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ചാപ്റ്റർ ആണ്, പഠിക്കാനും പഠിപ്പിക്കാനും നല്ല സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ചോദിക്കാൻ ഞാൻ ചാൻസ് കാണുന്നത് ഒരു ഇതാണിത്. ഒരു പല പോളിഗൺസ് എന്ത് ചെയ്യും? കൂട്ടി വെക്കും. ഈ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് പല പല ആംഗിൾസ് ചോദിക്കുന്ന ഒരു അന്യായ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഷാമിൽ സാർ ഇന്ന് രാത്രി സെറ്റ് ആക്കി തരും കേട്ടോ. സോ ഐഡന്റിറ്റീസ് വരുമ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാകാറില്ല. ഇത് ലാസ്റ്റ് നമ്മളൊരു 18ാമത്തെ 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു എസ്എ ക്വസ്റ്റ്യൻ 4 മാർക്കിനോ 5 മാർക്കിനോ സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ അത് ഇവർക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അശ്വൽ സാറിന് തന്നെ പെട്ടെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കണക്ഷൻ മനസ്സിലാവും. അപ്പൊ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും അവസാനം വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് കണക്ഷൻ വെച്ച് എഴുതാൻ പറ്റുന്നതാണ്. അതിന് ഈ ചാപ്റ്റർ പഠിക്കണമെന്ന് നിർബന്ധമല്ല, പക്ഷേ ഈ ചാപ്റ്ററിൽ ചെറിയ ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മളത് വളരെ തൂഫാനായിട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു A+ എത്താൻ പറ്റും. ബട്ട് അപ്പോൾ പോലും വേറെ ഒന്നും പഠിക്കാതിരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ പുറമെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിന് കൂടുതൽ ഒന്നും നമ്മൾ വലിച്ചിട്ടുണ്ടല്ലോ. സോ ഞാൻ കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി ലൈവിൽ അടിപൊളി ലൈവ്, തീ പാർന്ന ലൈവ് ആയിരിക്കും. ഞാൻ ഉണ്ടാവും, ഷാമിൽ സാർ ഉണ്ടാവും, ഹനീന മിസ് ഉണ്ടാവും. ഇന്ന് തൂഫാൻ ആയിരിക്കും അല്ലേ? സെറ്റ് അല്ലേ? കൃത്യം 7 മണിക്ക്. See you there. കാണാം. Bye.